വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന കേട്ടോ. ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്, 1/2 കിലോയുള്ളൂ, 1/2 കിലോയിലേക്കുള്ളതാണ്. മസാല ഇതിൽ എല്ലാ സ്പൈസസും ഉണ്ട്. മല്ലി, മുളക്, ഗരം മസാല, കുരുമുളക് പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി, എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, 2 ടൊമാറ്റോ, കുറച്ച് മല്ലിയില ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇത് അവനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് യാഷിന്, എൻ്റെ ഡോഗിന്. പിന്നെ ഇത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ചിക്കൻ ഇതാ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, തന്നെത്താനെ വന്നതാണ് വെള്ളം. മസാല ഇതാ ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ചച്ചോയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാൻ എപ്പോഴും അരിക്ക് വെള്ളം വയ്ക്കുമ്പോൾ അത് തിളച്ച് കഴിയുമ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വയ്ക്കും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഏത് കറിക്കാണെങ്കിലും അതെ, പച്ചവെള്ളം ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഏത് കറിക്കാണെങ്കിലും നമുക്ക് ടേസ്റ്റ് കൂട്ടാനുള്ളൊരു ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതായത് ഇനി നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ നമുക്കിത് ഗാർണിഷ് ചെയ്യാം. ഇതിടാം. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇതാ റെഡിയായല്ലോ. വായോ ചോറുണ്ണാം. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാനിതിൽ ഇത്തിരി ഒരു 10 കാഷ്യും കൂടി തേങ്ങ അരയ്ക്കുമ്പോൾ, തേങ്ങ പിന്നെ മുളക് പൊടി, സ്പൈസസ് എല്ലാം ഉണ്ട്, ഗ്രാമ്പു, പട്ട അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. എല്ലാം കൂടി അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് കാഷ്യും കൂടി, ഒരു 10 കാഷ്യും കൂടി അരച്ചിട്ടുണ്ട്. നല്ല കൊഴുപ്പുണ്ട്, അതുകൊണ്ട് അടിപൊളി.